ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 10 നെറ്റ്വർക്ക്സ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ബേസിസിലാണ്. ഒരു റൂമിലുള്ള നെറ്റ്വർക്ക് പറഞ്ഞു, ഈവൻ ഒരു ബോഡിയിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഹോമിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ആകാം, ഒരു ക്യാമ്പസ് കവർ ചെയ്യുന്നതാകാം, ഒരു സിറ്റി വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഏത് ഏരിയ ആണ് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നതിൻ്റെ ബേസിസിലാണ് കഴിഞ്ഞ ഒരു 3 ക്ലാസ്സിലായിട്ട് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ടൈപ്പ് ഡിസ്കസ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, നെറ്റ്വർക്കിൻ്റെ നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹൗ ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്പ്യൂട്ടേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിസിൽ 2 ടൈപ്പായിട്ട് നെറ്റ്വർക്ക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പിയർ ടു പിയർ നെറ്റ്വർക്കാണ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. അങ്ങനെ 2 ടൈപ്പ് കൂടിയാണ് ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് ആണ്. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം പിയർ എന്നുള്ളൊരു ടേം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ആ ഒരു ഫ്രണ്ട്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെ നമുക്കൊരു പിയർ എന്ന് പറയാം. ഇറ്റ് ഈസ് എ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രം വരുന്ന ഒരു ഗ്രൂപ്പാണ്, എല്ലാവർക്കും ഒരുപോലത്തെ സ്റ്റാറ്റസാണ് അവിടെ ഉള്ളത്. എന്നാൽ അതേസമയം ആ ഒരു ഗ്രൂപ്പിലേക്കൊരു ടീച്ചർ കൂടെ എൻ്റർ ആവുന്ന സമയത്ത്, ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കൂടെ എൻ്റർ ആവുന്ന സമയത്ത് വരുന്ന അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കായിട്ട് മാറും. അതായത് അവിടെ എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റി ആൻഡ് റൈറ്റ്സ് അല്ല. ടീച്ചർ വരുന്ന സമയത്ത് ടീച്ചർക്കാണ് അവിടെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അൾട്ടിമേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ടീച്ചർക്കായിരിക്കും. അതുപോലെ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പം അവിടെ കുട്ടികളൊക്കെ, സ്റ്റുഡൻസൊക്കെ എന്താകും, അവിടെ ക്ലയൻസ് ആണ്. അവർക്ക് സെർവറിനെ അപേക്ഷിച്ച് ലെസ്സർ ക്യാപ്പബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ടീച്ചർ അവിടെ ഒരു സെർവർ ആയിരിക്കും. മീൻസ് കേപ്പബിലിറ്റീസ് കൂടുതലുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മളവിടെ സെർവർ എന്ന് പറയാം. സോ ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം നെറ്റ്വർക്കും ഉണ്ട്, അതുപോലെ തന്നെ പിയർ ടു പിയർ നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ the peer-to-peer network is a type of network in which 2 or more computers connect without any centralized server. All the computers are considered as equal, or all the computers have equal status or equal capabilities. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഒരേ കേപ്പബിലിറ്റീസ് ഉള്ള 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിനെയാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സെയിം കേപ്പബിലിറ്റി ആണെന്നുള്ളതാണ് ഇവിടെ മെയിൻ ഫീച്ചർ. ദർ ഈസ് നോ സെർവർ. എല്ലാ ഡാറ്റയും ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലുണ്ടാകും, റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലുണ്ടാകും. അതുപോലെ ഫോർ എക്സാമ്പിൾ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കാം. ഒരു ഓഫീസ് റൂമാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ലാബാണ്. ഇപ്പോൾ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുന്ന ഓഫീസ് റൂമാണെന്ന് വയ്ക്കാം. അപ്പോൾ അവിടെ പ്രിൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈ ഒരു പ്രിൻ്റർ ഒരുപോലെ ആക്സസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കമ്പ്യൂട്ടറിന് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന പ്രിൻ്റർ ആയിരിക്കില്ല ഇൻ എ പിയർ ടു പിയർ നെറ്റ്വർക്കിൽ. ഓക്കെ, അതേസമയം നമ്മൾ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ അവിടെ സെർവർ കമ്പ്യൂട്ടർ ഏതാണോ അതിനായിരിക്കും കേപ്പബിലിറ്റി കൂടുതൽ. ആ ഒരു കമ്പ്യൂട്ടർ വഴിയായിരിക്കും നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത്. ഇപ്പോൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണെങ്കിൽ ഈച്ച് ഓഫ് ദ കമ്പ്യൂട്ടർ ഹാവ് സെയിം ഓർ ഈക്വൽ കേപ്പബിലിറ്റി. ഓക്കെ,
ഈച്ച് കമ്പ്യൂട്ടർ ഷെയർ ദ റിസോഴ്സസ് ആൻഡ് യൂസ് ദ റിസോഴ്സസ് ഓഫ് അതർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദ റിസോഴ്സസ് ലൈക്ക് പ്രിൻറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിസ്ക് ഡ്രൈവ്സ് ആകാം, വാട്ടെവർ ഏതൊരു റിസോഴ്സസും ഓരോ കമ്പ്യൂട്ടറിനും ഒരുപോലെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിലുണ്ട്. ആൻഡ് മാക്സിമം ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 to 15 കമ്പ്യൂട്ടേഴ്സ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സെയിം റൈറ്റ് ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. P2P എന്നാണ് നമ്മൾ ഇതിനെ കോമൺലി യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് മീൻസ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ നീഡ് ഫോർ എ സെർവർ. ഓരോ കമ്പ്യൂട്ടേഴ്സിനും ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ഒരു കമ്പ്യൂട്ടറിനും എന്തില്ല, ഒരു എക്സസ് ക്യാപ്പബിലിറ്റി ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, നമുക്കൊരു സെർവർ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഡിസിഗ്നേഷൻ ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിലില്ല. ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് കൺസിഡേർഡ് ആസ് ഈക്വൽ. ഇത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു ഹോം നെറ്റ്വർക്ക്സിൽ അല്ലെങ്കിൽ ചെറിയ ഓഫീസസിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന ബിഗ് ഓർഗനൈസേഷനിലൊക്കെ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് സെർവറാണ് യൂസ് ചെയ്യുക. കാരണം ഇവിടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് നോ നീഡ് ഫോർ എ സെർവർ. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും എന്തുണ്ട്, അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതിനും ആൻഡ് ഓരോ റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് പോയിൻറ്റ്സ് മാത്രമാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ദർ ഇസ് നോ നീഡ് ഫോർ എ സെർവർ. ദെൻ സെക്കൻഡ് വൺ നോ നീഡ് ടു ഇൻസ്റ്റാൾ എ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ. എന്താണ്, നമ്മൾ ഇപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസോ അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലും നമുക്ക് ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ ആവശ്യമില്ല. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഏത് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ഓർ ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്, നമുക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ ക്യാപ്പബിലിറ്റി ഉള്ള കമ്പ്യൂട്ടറാണ്. അങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അതിന് വേണ്ട സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ എന്തായിരിക്കും, ഓർഗനൈസേഷന് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്താ, പിയർ ടു പിയർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിവൈസസ് വെച്ചുകൊണ്ട് നമുക്കൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ കഴിയും. ഇവിടെ ക്യാപ്പബിലിറ്റീസ് കൂടുതലല്ല ആൻഡ് ആക്സസിബിലിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസ് കൂടുതൽ വേണ്ട ഒരു റിസോഴ്സ് തന്നെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് ആയിട്ടും മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഈസി ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുന്നത് USB കേബിൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വയേഴ്സ്, കോപ്പർ വയേഴ്സ് പോലത്തെ കേബിൾസ് വെച്ചുകൊണ്ടോ കണക്ട് ചെയ്യാം. അതർവൈസ് വി ക്യാൻ ഓപ്റ്റ് ഫോർ വയർലെസ് നെറ്റ്വർക്ക്. നമുക്ക് റേഡിയോ വേവ്സ് പോലെ വയർലെസ് ആയിട്ട് വേണമെങ്കിലും കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സെർവർ കമ്പ്യൂട്ടർ ഇല്ല. അപ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സിനും എന്തായിരിക്കും, ഇൻഡിവിജ്വൽ ക്യാപ്പബിലിറ്റീസ് ഉള്ളതാണ്. അവരുടെ ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ മറ്റൊരു കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഈവൻ ഫെയിലിയറായി പോയാൽ കൂടെ മറ്റൊരു കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി ഓരോ കമ്പ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്യുന്നതിന്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈസിലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അത് മറ്റ് കമ്പ്യൂട്ടേഴ്സിനൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നോ നീഡ് ഫോർ സ്പെഷ്യലിസ്റ്റ്
ഒരു ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടർ ആണെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ ഒരു സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതുവഴി കോസ്റ്റ് അങ്ങനെയും ഇൻവോൾവ് ആവും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, ദർ ഇസ് നോ നീഡ് ഫോർ എ സ്പെഷ്യലിസ്റ്റ് ഓർ നോ നീഡ് ഫോർ എ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ ഫെയിലിയർ ഓഫ് വൺ കമ്പ്യൂട്ടർ വിൽ നോട്ട് എഫക്റ്റ് എൻ്റയർ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു ഓരോ കമ്പ്യൂട്ടേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി കണക്റ്റഡ് ആണ്. ഈവൻ ഓരോ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർലിങ്ക്ഡ് ആണ്. എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ കൂടെ ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിനെ മാത്രമേ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ ഒരു കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പ്യൂട്ടറിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ക്ലയൻറ്റ് സെർവർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാകും, ക്ലയൻറ്റ് സെർവറിൽ നമ്മളൊരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി സേവ് ചെയ്യുന്ന നമ്മളുടെ സെർവറിലായിരിക്കും. ഇഫ് ദ സെർവർ അവിടെ ഫെയിലിയർ ആയി പോയാൽ എൻ്റെ നെറ്റ്വർക്കിനെ അത് എഫക്റ്റ് ചെയ്യും. ആ ഒരു പ്രോബ്ലം എന്തിലില്ല എന്നാണ്, ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിലില്ല. ഒരു കമ്പ്യൂട്ടർ ഫെയിലിയർ ആയാലും അത് മറ്റ് കമ്പ്യൂട്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ് നോക്കുക. അതിൽ ഫസ്റ്റ് വൺ, നോ സെൻട്രൽ ബാക്കപ്പ് ഓഫ് ഡാറ്റ. എന്താണ്, ഇപ്പോൾ നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക് ലാസ്റ്റ് പറഞ്ഞ അഡ്വാൻറ്റേജ് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുകയാണ് അല്ലെങ്കിൽ സേവ് ചെയ്യുകയാണെന്ന് വെക്കാം. നമ്മൾ വിചാരിക്കാതെ ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു പോയി, അതിൻ്റെ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാളായി പോവുമോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിലീറ്റായി പോവുമോ ഒക്കെ ചെയ്യുകയാണെന്ന് വെക്കാം. പക്ഷേ നമുക്ക് എന്തില്ല, ഇത് മറ്റൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. ഏത് കമ്പ്യൂട്ടറിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ കമ്പ്യൂട്ടറിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ ഫെയിലിയർ ആയി പോയാൽ അതിൽ വന്നിരിക്കുന്ന ഡാറ്റ മൊത്തം നമുക്ക് ഡിലീറ്റായി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസ് ഓഫ് ഡാറ്റ എന്നുള്ളത് നമുക്ക് മറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കപ്പ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ക്ലയൻറ്റ് സെർവറിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും, ഓരോ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റയും നമ്മൾ സെർവർ കമ്പ്യൂട്ടറിലേക്ക് കൂടെ സേവ് ചെയ്യുന്നുണ്ട്. സോ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒന്ന് ഫെയിലിയർ ആയാലും സെർവർ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ, പിയർ ടു പിയർ സിസ്റ്റത്തിൽ നമുക്ക് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ലിമിറ്റഡ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പറഞ്ഞു മാക്സിമം 10 to 15 കമ്പ്യൂട്ടേഴ്സ് വരെ ഇങ്ങനെ ഈ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ നോട്ട് സ്യൂട്ടഡ് ടു ഹാവ് എ ലാർജർ ഡാറ്റാബേസ്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഓരോ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും മാക്സിമം എബിലിറ്റി എത്രയാണോ അത്ര വരെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഓർഗനൈസേഷൻ, ലാർജ് ഓർഗനൈസേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു 15 കമ്പ്യൂട്ടേഴ്സ് വരെ കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ 15 കമ്പ്യൂട്ടേഴ്സിന് സ്റ്റോർ ചെയ്യാവുന്ന ഡാറ്റ മാത്രമേ ഇവർക്ക് ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ ഡാറ്റാബേസിന് ഈ ഒരു നെറ്റ്വർക്ക് സ്യൂട്ടബിൾ അല്ല. ദെൻ നെക്സ്റ്റ്, സ്ലോ ഡൗൺ ഓഫ് പെർഫോമൻസ്. സ്ലോ ഡൗൺ മീൻസ് നമ്മൾ എത്രത്തോളം നമ്മൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് കമ്പ്യൂട്ടേഴ്സിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു യൂസർ ഈ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു 10 കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണെങ്കിൽ അതിലേതെങ്കിലും ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന യൂസർ എന്തെങ്കിലും ഒരു ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഒരു ഡാറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ യൂസർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഫങ്ഷൻസിനും അതേസമയം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻ്റർലിങ്ക്ഡ് ആയതുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഒരു പെർഫോമൻസിൻ്റെ സമയം
കൂടുതലായിരിക്കും. ഓരോ കമ്പ്യൂട്ടേഴ്സും പരസ്പരം ഡാറ്റ കൈമാറിയിട്ടായിരിക്കും എൻഡ് യൂസേഴ്സിന് ഇൻഫോർമേഷൻ കിട്ടുന്നത്. സോ എത്രത്തോളം കമ്പ്യൂട്ടേഴ്സ് കൂടുന്നോ, എത്രത്തോളം ഡാറ്റ കൂടുന്നോ, അതിനനുസരിച്ച് കമ്പ്യൂട്ടേഴ്സിൻ്റെ പെർഫോമൻസ് സ്ലോ ഡൗൺ ആവും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ലെസ് സെക്യൂർഡ്. നമുക്കറിയാം ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇവിടെ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഇല്ല, ഒരു സെർവർ കമ്പ്യൂട്ടർ ഇല്ല. ഒരു കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനും സെയിം ആക്സസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ സെയിം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കമ്പ്യൂട്ടേഴ്സിന് മാത്രമായിരിക്കും. നമുക്ക് വേറെ എവിടുന്നും ആ ഒരു ഇൻഫോർമേഷൻ പിന്നെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസർക്കാണ് ഇവിടെ കൂടുതൽ ലയബിലിറ്റി വരുന്നത്. ഒരു ഡാറ്റ ലോസ് ആയാലും അത് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള റെസ്പോൺസിബിലിറ്റി മൊത്തമായിട്ട് എൻഡ് യൂസർക്കായിട്ട് മാറുകയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു P2P നെറ്റ്വർക്ക് നമുക്ക് 2 ടൈപ്പിൽ കണക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു വയേർഡ് എതർനെറ്റ് നെറ്റ്വർക്ക് പോലെയോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ നമുക്ക് കണക്ട് ചെയ്യാം. എതർനെറ്റിൽ നിന്ന് നിങ്ങൾ ടേംസ് കാണുന്നതൊക്കെ ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡാണ്. എതർനെറ്റ് മീൻസ് ഒരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീൽഡിൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വയേർഡ് നെറ്റ്വർക്ക്സും ഉണ്ടാകാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം. വയേർഡ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ നമ്മൾ വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് ആയിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക. ഫിസിക്കലി കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വയേർഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ വരാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അവിടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്താ പറയുക, ട്രാൻസ്ഫർ റേറ്റ് അല്ലെങ്കിൽ Mbps എന്ന് പറയില്ലേ നമ്മൾ, ഒരു സെക്കൻഡിൽ എത്ര ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കേബിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് കേബിൾസും ദെൻ നമ്മൾ ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ ഏത് യൂസ് ചെയ്താണോ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. കോമൺലി നമ്മൾ ലാൻ നെറ്റ്വർക്ക് ഒരു എക്സാമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. ലാൻ നെറ്റ്വർക്കിലാണെങ്കിൽ നമുക്കൊരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടേഴ്സ് ഡിവൈസസും ദെൻ കേബിൾസും ഓർ ഹബ്ബ് ഓർ സ്വിച്ച് മാത്രമേ നമുക്ക് ഇവിടെ ആക്സസബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ വയർലെസ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു മോഡം വേണ്ടി വരും. മോഡത്തിന് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ദെൻ സെക്യൂരിറ്റി ഇഷ്യൂസ് കുറവാണ്. എന്തുകൊണ്ടാണ്, നമ്മൾ കേബിൾസ് വെച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കേബിൾസ് വെച്ചിട്ടാണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഈസി ആയിരിക്കും കമ്പയറിങ് ടു വയർലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് ത്രൂ എയർ ആണ്. എയർ വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻ്ററപ്ഷൻസ് കൂടുതലായിരിക്കും. മറ്റൊരുപാട് ഇൻ്ററപ്ഷൻസ് കടന്നിട്ട് വേണം എയർ വഴിയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻ വയർലെസ് നെറ്റ്വർക്ക്. പക്ഷേ വയേർഡ് ആണെങ്കിൽ ത്രൂ ആ ഒരു കേബിൾ വഴി മാത്രമായിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇൻ്ററപ്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഓരോ കേബിൾസിനെയും നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ലെയർ, ഓരോ കേബിളും എന്താ പറയുക, അത് ഫോം ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് ഉണ്ട്. പരമാവധി ഈ ഒരു ഇൻ്ററപ്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേബിൾസിനെ നമ്മളൊരു കവർ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കവർ ഉണ്ടാകും. അപ്പോൾ അതുവഴി എന്താണ്, ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സ്പീഡായിരിക്കും ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ലെസ്സാണ് ഈ ഒരു വയേർഡ് നെറ്റ്വർക്ക്സിൽ. അറ്റ് ദ സെയിം ടൈം വയർലെസ് എതർനെറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. വയർലെസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഫിസിക്കലി നോക്കുന്ന സമയത്ത് നമുക്ക് കേബിൾ ഫ്രീ ആണ്. നമുക്ക് എന്തുണ്ട്, കേബിൾ വേണ്ടാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഈസിലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മൊബിലിറ്റി ടു വർക്ക്,
നമുക്ക് ഒരു ഡിവൈസ് നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ ഈ ഒരു വൈഫൈൻ്റെ കീഴിൽ വരാവുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. ദാറ്റ് ഈസ് മൊബിലിറ്റി ടു വർക്ക്. ഇത്രയും അഡ്വാൻറ്റേജ് എന്തിനുണ്ട്? വയർലെസ് നെറ്റ്വർക്ക് ആണെങ്കിലുണ്ട്. അപ്പോൾ P2P നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഐദർ വയേർഡ് ആയിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ കണക്ട് ചെയ്യാൻ കഴിയും. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. P2P, അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ദെൻ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.